പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. പാട്ടിൻ്റെ ആദ്യ വരിയിൽ തന്നെ സിനിമയുടെ റൂട്ടിലേക്കാണ് ഗാനരചയിതാവ് ബിജു തിരുമലയുടെ ചിന്തകൾ എത്തുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ആലുമൂട്ടിൽ തറവാട്ടിൽ പണ്ടെങ്ങോ നടന്ന ഒരു കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്, അതായത് മണിച്ചിത്രത്താഴിന് ആധാരമായിട്ടുള്ളത്. അപ്പൊ പാട്ടിന്റെ ആദ്യ വരി തുടങ്ങുന്നത് പഴന്തമിഴ് പാട്ടിഴയും, അതായത് ഒരു പഴങ്കഥ ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് ഇഴയുന്ന പോലെ എന്നാണ്. അടുത്ത വരി ശ്രുതിയിൽ തമ്പുരു തേങ്ങി. ഇവിടെ ശ്രുതിക്ക് നമുക്ക് ശരിക്കും രണ്ടർത്ഥം എടുക്കാൻ പറ്റും. ഒന്ന്, പാട്ടിന്റെ ശ്രുതി. രണ്ട്, അങ്ങനെ ഒരു ശ്രുതി കേട്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയൂലേ, കേട്ടറിവ് എന്നർത്ഥമുള്ള ശ്രുതി. ശരിക്കും കഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ആ ശ്രുതിയാണ്. ശോഭനയുടെ കഥാപാത്രം ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ KPS ലളിത അവതരിപ്പിക്കുന്ന കഥാപാത്രം പണ്ട് അവിടെ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥയിലൂടെയാണ് അവർ നാഗവല്ലി എന്ന തമിഴ് നർത്തകിയെക്കുറിച്ച് അറിയുന്നത്. ഇതാണ് ആ നാഗവല്ലിയുടെ ഒരു സിമ്പതി ഉണ്ടാവാനും അത് അവരെ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ കാരണമാകുന്നത്. ഇനി മറ്റൊരിടത്ത് മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറ മൈന മയങ്ങി എന്നാണ് പറയുന്നത്. ഗംഗയെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർ സണ്ണിയുടെ കഥാപാത്രം ആദ്യം പൂട്ടിയിടുന്നത്, അതായത് പുറത്തൊന്നും പോകാതെ കൂടുതൽ സമയവും വീട്ടിൽ കഴിയുന്ന ശ്രീദേവിയുടെ കഥാപാത്രത്തെയാണ്. അപ്പോൾ അവരെ വേണമെങ്കിൽ നിലവറ മൈന എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ തൻ്റെ മനസ്സാകുന്ന മണിച്ചിത്രത്താഴിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന ഗംഗയുടെ കഥാപാത്രത്തെയും വേണമെങ്കിൽ നമുക്ക് നിലവറ മൈന എന്ന് പറയാവുന്നതാണ്. എന്നിരുന്നാലും പാട്ടിൻ്റെ സാഹചര്യം വെച്ചും പിന്നെ വെറുതെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടും വെറുതെ മയങ്ങുന്ന നിലവറ മൈന എന്ന് പറയുന്നത് ശ്രീദേവിയുടെ ക്യാരക്ടർ തന്നെയായിരിക്കും. പിന്നെ കനവ് നെയ്തൊരു ആത്മരാഗം എന്ന വരികളിലേക്ക് വരുമ്പോൾ ദിവാസ്വപ്നങ്ങൾ ഒരുപാട് കാണുന്ന ഗംഗയ്ക്ക് അല്ലി വിവാഹം കഴിക്കാൻ പോകുന്ന കവിയായ മഹാദേവനോട് ഉള്ളിലെങ്കിലും ഒരു പ്രണയം തോന്നിയിരിക്കാം. ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്ത ആ ആത്മരാഗത്തെ ആവാം ചിലപ്പോൾ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സിനിമയിൽ മുമ്പ് പലയിടത്തും ബോംബെയിൽ നിന്ന് വന്ന ഗംഗ മഹാദേവന്റെ ബുക്കുകൾ സൂക്ഷിച്ചിരുന്നതായും അവ വായിക്കുന്നതായും കാണിക്കുന്നുണ്ട്. പിന്നീട് അല്ലിയിൽ നിന്നും ഇതേ മഹാദേവൻ തങ്ങളുടെ അയൽക്കാരനാണെന്ന് മനസ്സിലാക്കുമ്പോൾ വല്ലാതെ എക്സൈറ്റഡ് ആവുന്ന ഗംഗയെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഗംഗയ്ക്ക് മഹാദേവനോടൊരു ആരാധന ഉണ്ടായിരുന്നിരിക്കാം, അത് ഒരു ആത്മരാഗത്തിലേക്ക് എത്തിയിരിക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ സിനിമയ്ക്കുള്ളിലെ പല സംഗതികളും ഓരോ വാക്കിലും വരികളിലുമായി കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രതിഭാശാലിയായ ബിജു തിരുമല. ഇനി ഈ പാട്ട് വരികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്നുകൂടി കേട്ടു നോക്കിയേ. ഞാൻ പറഞ്ഞതും പറയാത്തതുമായ പല സീനുകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ കണ്ടെത്തുന്ന പുതിയ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് സിനിമ സംസാരിക്കാം.